എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മൾ പലപ്പോഴും ദൈവത്തോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരാ അല്ലേ? ദൈവമേ, എനിക്ക് ഈ ഒരു വിഷയത്തിന് എനിക്ക് മറുപടി ഒന്ന് തരണമേ, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കണമേ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയുന്നില്ല, അങ്ങ് എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും. പക്ഷേ ദൈവത്തോട് അങ്ങനെ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾക്കൊരു ഉത്തരം ലഭിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ വേഗം അടുത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനോ പ്രവാചകയോ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്തോട്ട് ചെല്ലും അല്ലേ? ഇനി അടുത്ത് ആരുമില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഫോൺ എടുക്കും, വിളിക്കും അല്ലേ? എന്നിട്ട് ഇവരോട് നമ്മൾ ആലോചന ചോദിക്കുക നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മളോട് ദൈവം സംസാരിക്കുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വേറെ ഒരാൾക്കാരെ നമ്മൾ ആശ്രയിക്കും. ഓക്കെ, പ്രവാചകന്മാരെ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നെയാണ് ആക്കി വെച്ചിരിക്കുന്നത്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഈ പ്രവാചകന്മാരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ നല്ലവരുമുണ്ട്, ചീത്തയുമുണ്ട് അല്ലേ? ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം നമ്മൾക്ക് ലഭിക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ചിലരെ വിളിച്ചു കഴിയുമ്പോൾ അവർ നന്നായിട്ട് ദൈവത്തിൻ്റെ ആലോചന തന്നെ പറയുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താകും? അവർക്ക് മുഷിച്ചിലാകും അല്ലേ? പിന്നെ എന്താണ്, ഈ ഫോണിലൂടെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്താ പറയുക, ഒരു പോക്കറ്റ് മണി അല്ലെങ്കിൽ ഒരു പൈസയൊക്കെ കൊടുത്തില്ല എങ്കിൽ പിന്നെ അവർക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അത് സ്വാഭാവികമാണ്, കാരണം അവർ മനുഷ്യരാണല്ലേ, അവർ പല ആവശ്യങ്ങളുള്ളവരാണ്. അവർ ഈ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പെട്ടെന്ന് അങ്ങ് ഫോൺ എടുത്തിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം ഉണ്ടാകണം, നമ്മൾക്ക് വേണ്ടി ടൈം മാറ്റി വെക്കണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ അപ്പോൾ എന്താണ്, അവരെ നമ്മൾ മാനിക്കേണ്ടതും നമ്മളുടെ കടമയൊക്കെ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഇത് പോസിബിൾ ആകണമെന്നില്ല അല്ലേ? കാരണം നമ്മൾ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ പ്രവാചകയെ എപ്പോഴും വിളിച്ചു കഴിയുമ്പോൾ അവർക്ക് നമ്മളോട് മുഷിച്ചിൽ തോന്നാനും ഒരു കാരണമുണ്ട്. പിന്നെ രണ്ടാമത്തത്, അവർ ചിലപ്പോൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണമെന്നില്ല, ജസ്റ്റ് പ്രാർത്ഥിച്ച് നമ്മളുടെ വിഷയങ്ങൾ അറിയാവുന്നത് കൊണ്ട് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ നമ്മൾക്ക് ഏത് നേരത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ നമ്മൾക്ക് പറ്റുമല്ലേ? അത് നമ്മളുടെ ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഏത് സമയത്ത് വിളിച്ചാലും നമ്മളുടെ ദൈവം വിളി കേൾക്കുന്ന ദൈവമാണ്. ദൈവം നമ്മൾക്ക് ഉത്തരം തരും. ദൈവത്തിന് ഒരു മടുപ്പുമില്ല. കാരണം എന്താ? നമ്മുടെ ദൈവത്തിൻ്റെ മക്കളല്ലേ? മക്കൾ വിളിക്കുമ്പോൾ ഒരു അപ്പന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൻ മിണ്ടുക തന്നെ ചെയ്യും. കാരണം അതുകൊണ്ട് ദൈവം നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കും. നമ്മൾക്ക് വേണ്ടുന്ന ഉത്തരം ദൈവം തരുവാനും സന്നദ്ധനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും വെയിറ്റ് ചെയ്യത്തില്ല അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ ഉത്തരത്തിന് നമ്മൾ കാതോർക്കാറില്ല എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. നമ്മളെല്ലാ അവലാദികളും അങ്ങോട്ട് പറയത്തുള്ളൂ, എന്നാൽ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾക്ക് കേൾക്കാതെ പോകുന്നതും നമ്മളോട് ദൈവം സംസാരിക്കാതിരിക്കുന്നതിൻ്റെയും കാരണം. എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തിനെ അല്ല ആശ്രയിച്ചിരിക്കുന്നത്, നമ്മൾ പകരം ആരെ ആശ്രയിച്ചിരിക്കുന്നത്? ഒന്നുകിൽ പ്രവാചകന്മാരിലൂടെ, അല്ലെങ്കിൽ പാസ്റ്ററിലൂടെ, അല്ലെങ്കിൽ അച്ഛന്മാരിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? തൻ്റെ മക്കളോട് ഡയറക്റ്റ് സംസാരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? അല്ലാതെ ഒരു എന്താ പറയുക, ഒരു മുഖാന്തരം വഴിയായിട്ട് സംസാരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവം സംസാരിക്കും, അത് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സംസാരിക്കും. പക്ഷേ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളോട് ഡയറക്റ്റ് സംസാരിക്കാനാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയല്ല. നമ്മളുടെ വീടുകളിൽ എടുത്താൽ നമ്മൾക്ക് അപ്പന്മാരോട് ഡയറക്റ്റ് സംസാരിക്കാൻ പല മക്കൾക്കും മടിയാ അല്ലേ? അതിനെന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ അമ്മമാർ ത്രൂ അല്ലേ, അമ്മമാരുടെ അടുത്ത് പോയിട്ട് പറയും, അമ്മേ അല്ലെങ്കിൽ മമ്മി ഒന്ന് പറയണം. ആരോട് പറയണം? പപ്പയോട് പറയണം, ഡാഡിയോട് പറയണം, അച്ഛനോട് പറയണം, അപ്പനോട് പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകാറാണ് പലപ്പോഴും. നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലേ? ചില കുടുംബങ്ങളിലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരികയാണ്, നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പനോട് ഡയറക്റ്റ് സംസാരിക്കണം. കാരണം അപ്പനും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ടാകും അല്ലേ? കാരണം തൻ്റെ മക്കൾ തന്നോട് സ്നേഹമുണ്ട്, തന്നോട് വന്ന് സംസാരിക്കും എന്നുള്ള ഒരു അങ്ങനെ ആഗ്രഹിക്കുന്ന അപ്പന്മാരും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കുടുംബത്തിലുള്ളപ്പോൾ എപ്പോഴും അമ്മ ത്രൂ വഴി പോകാതെ ഡയറക്റ്റ് അപ്പനോട് സംസാരിക്കാനും നമ്മളൊരു സ്വാതന്ത്ര്യം കണ്ടെത്തേണ്ടതാണ്. അതുപോലെ തന്നെ അതിലും അപ്പുറമാണ് നമ്മളുടെ സ്വർഗത്തിലെ പിതാവ് എന്ന് പറയുന്നത് അല്ലേ? അവിടുന്ന് നമ്മളുടെ ദൈവവുമാണ്, നമ്മളുടെ പിതാവും കൂടെയാണ്. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ അല്ലേ, ആ ദൈവത്തിന് എന്താണ്?
നമ്മളെ കേൾക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ ദൈവത്തിനും ആഗ്രഹമുണ്ടാകും. കാരണം നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാണ് അല്ലേ? അപ്പോൾ അപ്പൻ്റെ സൗണ്ട് കേൾക്കാൻ ഒരു മക്കൾക്ക് അവകാശമുണ്ട്, മക്കളോട് സംസാരിക്കാൻ അപ്പനും അവകാശമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. നമ്മളെപ്പോഴും ആവലാതികൾ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ മാറ്റിവെക്കുക. എന്തിനാ? ഒന്ന് നിശബ്ദമായിട്ടിരുന്നിട്ട് നമ്മൾ ദൈവത്തോട്, ദൈവമേ അങ്ങനോടൊന്ന് സംസാരിക്കണമേ അപ്പ, എൻ്റെ ഇന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ എനിക്കൊരു മറുപടി വേണം, അങ്ങനോടൊന്ന് സംസാരിക്കണമേ, അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുന്നപാടെ ചിലപ്പോൾ മറുപടി കിട്ടണമെന്നില്ല. കാരണം അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ആത്മമണ്ഡലം തുറക്കണം, ആത്മമണ്ഡലത്തിൽ ചില ക്രിയകൾ നടക്കണം. എന്ന് വെച്ചാൽ ദൂതന്മാർ ഇറങ്ങണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഈ ഒരു കഴിഞ്ഞ ദിവസം എനിക്കൊരു എമർജൻസി ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ ഉത്തരം എനിക്ക് കിട്ടണം. അപ്പോൾ ഞാൻ വേഗം എന്താ ചെയ്തതെന്നറിയാമോ? 2-3 എനിക്ക് പരിചയമുള്ള 2-3 പ്രവാചകന്മാരെ, ഒരു പ്രവാചക ആൻറ്റിനെയൊക്കെ ഞാൻ വിളിച്ചു. അപ്പോൾ ഇവരൊന്നും ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നു അവർ ശുശ്രൂഷയുടെ തിരക്കിലൊക്കെ ആയിരിക്കാം. ആ സമയത്ത് അവർ ഫോൺ എടുത്തില്ല. എനിക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ദൈവമേ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അന്നേരം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ടൊരു വചനം ദൈവം അങ്ങോട്ട് തരുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ എന്തിന് തയ്യാറായിരിക്കണം? ആ വിഷയത്തിൽ ദൈവം എന്നോട് ഡയറക്റ്റ് സംസാരിക്കുവാൻ തയ്യാറാണ്, ഞാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദൈവം എന്നോട് ഇടപെടുവാനായിട്ടിടയായി. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി എന്തിനേറെ പറയുന്നു, അത്രയും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിനൊക്കെ മുൻപേ പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ സ്വപ്നത്തിലൂടെ എന്നോടൊന്ന് സംസാരിക്കണമേ, സ്വപ്നത്തിലൂടെ എന്നോടൊന്ന് ഇടപെടണമേ, ദൈവീക സ്വപ്നങ്ങൾ എന്നെ കാണിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് അങ്ങനെ സ്വപ്നത്തിലൂടെ ഇടപെടുവാനായിട്ട് ഇടയാകും. അതല്ല എങ്കിൽ ദൈവം ഡയറക്റ്റ് നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുവാനായിട്ടൊക്കെ ഇടയാകും. പിന്നെ വചനത്തിലൂടെയൊക്കെ ദൈവം സംസാരിക്കും. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഡയറക്റ്റ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വചനമാണ് ദൈവം എന്നോട് ഇടപെട്ടത് അന്ന്. ഓക്കെ, അപ്പോൾ ആ വചനം ഞാനൊന്ന് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ വചനം മറ്റൊന്നും അല്ല, ഒത്തിരി പേർക്കറിയാം. നമ്മുടെ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം, അതായത് യെരമ്യാവിൻ്റെ പുസ്തകം 33:3 എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ? 33:3 അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നിട്ട് അങ്ങനെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല. എന്നിട്ട് പറയുക, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കാമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം മാത്രമല്ല, അതിലപ്പുറമുള്ള കാര്യങ്ങളെയൊക്കെ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് ദൈവം ഇങ്ങോട്ട് പറയുക. ഇത് ഞാനും ഒത്തിരി പ്രാവശ്യം വചനമൊക്കെ കേട്ടിട്ടുണ്ട്, ഒത്തിരി പേർ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ വചനം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് അന്ന് ദൈവം എന്നോട് ഇടപെട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ അത് കൊളുത്തുവാനായിട്ടിടയായത്, എൻ്റെ ഹൃദയത്തിൽ അതൊന്ന് കൊളുത്തുവാനായിട്ടിടയായത്. അപ്പോൾ ഞാൻ പിന്നെ തൊട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ അങ്ങ് സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, ശബ്ദം കേൾപ്പിക്കുന്ന ദൈവമാണ്. ദൈവം സ്വപ്നത്തിലൂടെ നമ്മളോട് സംസാരിക്കും, നമ്മളുടെ ശബ്ദം കേൾപ്പിക്കും, അതെല്ലാം ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ കുറേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുൻപിൽ പോയി വണങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആരെ ആരാധിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവം തൻ്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തന്ന ദൈവമാണ് അല്ലേ? എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. നമ്മൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം, തൻ്റെ ആത്മാവിനെ നമ്മൾക്ക് തന്ന ദൈവം, പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഇരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇങ്ങനെ ധ്യാനിക്കണമെന്ന് പറയാറില്ലേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു വചനം വെച്ചിട്ട് നമ്മുടെ ദൈവത്തിന് ഇതാണ് ഈ ഒരു വചനം. വേറെ വചനം അറിയുന്നത് നിങ്ങൾ വചനം എടുത്തു. ഞാൻ ഈ ഒരു വചനം എന്നോട് ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്? ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33:3 എന്താണ്? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അപ്പോൾ ആ വചനം വെച്ചിട്ട് വചനം അങ്ങനെ നമ്മൾ പറയുക. എന്നിട്ട് പറഞ്ഞിട്ട് ആ വചനം ഇങ്ങനെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളുടെ പുറമേയുള്ള വായ എന്തായിരിക്കണം? അത് അടയണം. എന്നിട്ട് മനസ്സിൽ ആദ്യം ഒന്ന് പുറമേ പറയുക, അതിനുശേഷം കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മൾ ഈ വചനം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. അതിങ്ങനെ മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ദൈവമേ ഒന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ആ വചനം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ക്രിയ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ 2 ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 3 ദിവസം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 3 ആഴ്ച കൊണ്ടായിരിക്കും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എപ്പോൾ ഉത്തരം തരണമെന്ന്. പക്ഷേ ആ ഉത്തരം തരുന്നത് കറക്റ്റ്
കറക്റ്റ് സമയത്തായിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അതുകൊണ്ട് ആ വചനം നമ്മളിങ്ങനെ പറഞ്ഞ് ദൈവത്തോട് ചോദിച്ച് നമ്മൾ ആ ഒരു പ്രാക്ടീസിലോട്ടൊന്ന് വരിക. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആകും. കോൺഫിഡൻസ് മാത്രമല്ല, ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മളോട് സംസാരിക്കും. ഒറ്റ പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ മതി കേട്ടോ, ജീവിതം മാറും. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവത്തിന് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ വലിയ പുണ്യാളത്തി ആയതുകൊണ്ടോ ഞാൻ വലിയ പരിശുദ്ധ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം, ദൈവത്തിൽ ഞാൻ അത്രയും ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ദൈവം എന്നോട് കരുണ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് കരുണ കാണിച്ചെങ്കിൽ നിങ്ങളോട് എത്ര അധികം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഞാൻ വിശ്വസിക്കുന്നത് പൗലോസിനെ പോലെ ഞാൻ പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമത്തവൾ എന്ന് തന്നെ പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ കഴിഞ്ഞും എത്രയോ വിശുദ്ധരായിരിക്കും നിങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മളോട് ദൈവം സംസാരിക്കും. കാരണം നമ്മളുടെ ദൈവം എന്താണ്, നമ്മളുടെ ദൈവം നമ്മളോട് ക്ഷമിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ സ്നേഹിച്ച് മടക്കി വരുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ഒരു വചനം നിങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഒന്ന് ധ്യാനിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ പലരും, ഞാൻ ഉൾപ്പെടെ പലരും ദൈവത്തിൻ്റെ ശബ്ദം പല ക്രിട്ടിക്കലായിട്ടുള്ള വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മൾക്ക് കൃപ തരുവാനായിട്ട് ഇടയാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.